നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഈ സമയത്ത് എല്ലാ പ്രമുഖ നേതാക്കന്മാരുടെയും അഭിമുഖം വരുന്ന സാഹചര്യമാണല്ലോ ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 2 ദിവസം മുഖ്യധാരാ മാധ്യമങ്ങളിലെ റിപ്പോർട്ടർമാർക്ക് ഊണുമില്ല ഉറക്കവുമില്ല സുധാകരന്റെ പിന്നാലെയാണ്. സുധാകരൻ എന്ത് ചെയ്യുന്നു, സുധാകരൻ എപ്പോ വരുന്നു, സുധാകരൻ എപ്പോ ഇരിക്കുന്നു എന്നൊക്കെ. അതിനുശേഷം ഒന്ന് ആറി തണുത്തതിന് ശേഷം മലയാള മനോരമയ്ക്ക് സുധാകരൻ ഒരു ഇന്റർവ്യൂ നൽകുകയാണ്. ആ ഇന്റർവ്യൂവിൽ സുധാകരൻ പറഞ്ഞ വാക്കുകൾ പ്രവർത്തകരെ ആകപ്പാടെ മുറിവേറ്റിച്ചിരുന്നു എന്ന് പ്രവർത്തകരിലെ ആവേശത്തെ കെടുത്തിയിരുന്നു എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെ പോസ്റ്റുമായി സുധാകരൻ തന്നെ രംഗത്ത് വരികയാണ്. ആദ്യം ആ നിരാശ ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരിക്കാൻ തയ്യാറായിരുന്നതായാണ് കെ സുധാകരൻ പറയുന്നത്. ധർമ്മടത്ത് താൻ മത്സരിക്കട്ടെ എന്ന പല സുഹൃത്തുക്കളോടും അന്വേഷിച്ചിട്ടുണ്ടെന്നും പക്ഷെ പലരും സമ്മതിക്കാത്തത് കൊണ്ടാണ് മത്സരിക്കാത്തതെന്നുമാണ് സുധാകരൻ പറഞ്ഞത്. സുഹൃത്തുക്കൾ സമ്മതിച്ചിരുന്നുവെങ്കിൽ ധർമ്മടത്ത് മത്സരിക്കുമായിരുന്നു എന്നും സുധാകരൻ പറയുകയാണ്. സുധാകരന്റെ തുറന്നു പറച്ചിൽ വരുമ്പോൾ പിണറായി 3.0 വരില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. തുടർഭരണ സാധ്യത തള്ളാതെയാണ് കെ സുധാകരൻ തന്റെ വർത്തമാനത്തിൽ ഉടനീളം അങ്ങനെ പറഞ്ഞത് എന്നാണ് പറയുന്നത്. സുധാകരൻ പറഞ്ഞത് അങ്ങനെ തള്ളാൻ നമുക്ക് കഴിയുകയില്ല, അങ്ങനെ തള്ളാനും വേണ്ടിയുള്ള തെളിവുകൾ എൻ്റെ കയ്യിലില്ല എന്നാണ് പറഞ്ഞത്. ഈ 3.0 വരില്ല എന്ന് അടിമുടി കേരളം വിശ്വസിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും, CPM പ്രവർത്തകരല്ലാതെ 3.0 വരില്ല എന്ന് അടിമുടി വിശ്വസിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സുധാകരന്റെ വാക്കിൽ നിന്നും അങ്ങനെ ഒരു പ്രസ്താവന വന്നത് പലരെയുമാണ് ആവേശം കെടുത്തിയിരിക്കുന്നത്. കണ്ണൂരിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി പാർട്ടിയുമായി സുധാകരൻ ഇടഞ്ഞിരുന്നു. എന്നാൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ വിളിച്ച് മറ്റൊരു സ്ഥാനം നൽകുമെന്ന് ഉറപ്പ് നൽകി. സുധാകർജി, യു ഡോണ്ട് ഡു എനിത്തിങ് അതർ ദാൻ ദിസ് എന്നാണ് ഖാർഗെ പറഞ്ഞത്. കുറച്ച് സമയം കൂടി കാത്തിരിക്കാൻ പറഞ്ഞിരുന്നു, മറ്റൊരു സ്ഥാനം കിട്ടുമെന്നാണ് ഉറപ്പ് നൽകിയതെന്നാണ് സുധാകരൻ പറയുന്നത്. നേതാക്കന്മാർ പറഞ്ഞതുപോലെ ചെയ്യുന്നവരാണെന്നും ഉറപ്പിൽ വിശ്വസിക്കുന്നുവെന്നുമാണ് അദ്ദേഹം പറയുന്നത്. KPCC അധ്യക്ഷൻ സ്ഥാനം ഒഴിയുന്ന ഘട്ടത്തിൽ അസംബ്ലി സീറ്റ് എന്നൊരു ഉറപ്പൊന്നും പാർട്ടി നൽകിയിരുന്നില്ല. പാർട്ടി ഭാരവാഹിത്വം എന്തെങ്കിലും പാർട്ടിയിൽ തരാം എന്നാണ് പറഞ്ഞിരുന്നതെന്നും സുധാകരൻ പറയുന്നു. സ്ഥാനാർത്ഥി നിർണയ സമയത്ത് കണ്ണൂരിലെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും നമ്മുടെ പ്രവർത്തകന്മാരെ വേണം എന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അതിലേറെയും കിട്ടിയിട്ടില്ല എന്നും ഇതിന് പിന്നിൽ സംസ്ഥാന നേതൃത്വമാണെന്നും സുധാകരൻ പറയുകയാണ്. തുടർഭരണ സാധ്യത തള്ളാതെയാണ് കോൺഗ്രസ് നേതാവ് കൂടിയ കെ സുധാകരൻ പ്രതികരിച്ചത്. പിണറായി 3.0 വരില്ലെന്ന് ഉറപ്പിച്ചു പറയാനാകില്ലെന്നും ഉറപ്പിക്കാനുള്ള കാര്യങ്ങൾ തന്റെ കയ്യിലില്ലെന്നും വിവാദങ്ങൾക്ക് ശേഷമുള്ള ആദ്യ പ്രതികരണത്തിലാണ് മനോരമയോടാണ് ഇക്കാര്യം പറഞ്ഞത് എന്ന് പറഞ്ഞാണ് വാർത്തകൾ വന്നത്. അർഹതയുണ്ടായിട്ടും അവസരം ലഭിച്ചില്ലെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. പിന്മാറിയത് ഖാർഗെയുടെ ഉറപ്പിലെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് വളച്ചൊടിച്ച ഒരു വാർത്തയാണ് എന്നാണ് സുധാകരൻ തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. വാർത്ത വന്ന നിമിഷങ്ങൾക്കകം തന്നെ പ്രവർത്തകർക്കിടയിൽ ഇത് വലിയൊരു ചർച്ചയാവുകയാണ് ഉണ്ടായത്. ആ ചർച്ചയിന്മേലാണ് പ്രവർത്തകർക്ക് എവിടെയൊക്കെയോ വേദനിച്ചു എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് കെ സുധാകരൻ തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രതികരണവുമായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്ത് എത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ട UDF പ്രവർത്തകരെ, പിണറായി ഭരണം പൊറുതിമുട്ടിച്ച ജനങ്ങൾക്ക് മുന്നിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു നിർണായക അവസരമാണ്. 10 വർഷത്തെ ഇടത് ഭരണം കൊണ്ട് പൊറുതിമുട്ടിയ ജനം ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFന് ഐതിഹാസികമായ വിജയമാണ് സമ്മാനിച്ചത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നാം ഈ ആധിപത്യം തുടരുക തന്നെ ചെയ്യും. കാരണം കഴിഞ്ഞ 10 വർഷം ശബരിമല കൊള്ളയും അഴിമതിയും സ്വജനപക്ഷപാതവും ധൂർത്തും വിലക്കയറ്റവും പിൻവാതിൽ നിയമനവും പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകരെയും നേതാക്കന്മാരെയും പോലീസിനെ ഉപയോഗിച്ച വേട്ടയാടൽ, ചുരുക്കത്തിൽ കേരളത്തിൽ അപമാനകരമായ ഒരു ഭരണമായിരുന്നു പിണറായി ഭരണം. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് പിണറായി ഭരണത്തിന് അന്ത്യം കുറിക്കുവാൻ പോവുകയാണ്. മീഡിയയിൽ നൽകിയ ഒരു അഭിമുഖത്തിലെ വാക്കുകൾ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് തെറ്റായി വ്യാഖ്യാനിച്ച് സെൻസേഷണൽ വാർത്തകൾ സൃഷ്ടിക്കുന്നത് ഇന്ന് പതിവായിരിക്കുകയാണ്. സത്യത്തെ മറച്ചുവെച്ച് വാക്കുകൾ വളച്ചൊടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ നമ്മൾ ജാഗ്രത പുലർത്തണം. ഒരു വാക്കിന്റെ അർത്ഥം പോലും മാറ്റി രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ജനാധിപത്യത്തിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനും തന്നെ ഭീഷണിയാണ്. ഈ വേളയിൽ എനിക്ക് എന്റെ UDF പ്രവർത്തകരോട് പറയാനുള്ളത്, അമിത ആത്മവിശ്വാസത്തിന് അകപ്പെട്ട് നാം നമ്മുടെ പ്രവർത്തനത്തിൽ യാതൊരു തരത്തിലുള്ള അലസതയും പാടില്ല. പോയ കാലങ്ങൾ നമുക്കതൊരു പാഠമാണ്. നമ്മൾ എല്ലാവരും ഒന്നിച്ചു മുന്നോട്ട് വരേണ്ട സമയം തന്നെയാണ്. പ്രവർത്തകർ ഓരോരുത്തരും ഒരു നിമിഷം പോലും മുടങ്ങാതെ പ്രവർത്തിക്കണം. ഓരോ വീടുകളിലേക്കും എത്തി ജനങ്ങളുമായി സംവദിച്ച് അവരുടെ വിശ്വാസം നേടണം. ഒരാളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ പാടില്ല. UDF പ്രവർത്തകർക്കും ജനാധിപത്യ വിശ്വാസികൾക്കും ഇതൊരു സാധാരണ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഒരു നിർണായക പരീക്ഷണമാണ്. ആത്മവിശ്വാസത്തോടെയും ഐക്യത്തോടെയും മുന്നോട്ട് നീങ്ങിയാൽ വിജയം നമ്മുടേതായിരിക്കും. നമ്മൾ ജയിക്കും, നമ്മളെ ജയിക്കൂ എന്നാണ് UDF എന്ന് പറഞ്ഞുകൊണ്ട് സുധാകരൻ ഈ ഒരു വാർത്ത അവസാനിപ്പിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായും സുധാകരൻ നല്ല 8ന്റെ പണി മാധ്യമങ്ങൾക്ക് കൊടുത്തു എന്ന് വ്യക്തമാവുകയാണ്. അതായത്
സുധാകരൻ പറയുകയാണ്, പിണറായി വിജയന്റെ ഭരണത്തെ അങ്ങനെ നമുക്ക് വന്നുകൂടാ എന്ന് വിശ്വസിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ പറയാൻ കഴിയില്ല എന്ന് സുധാകരൻ തന്നെ പറയുമ്പോൾ താഴെത്തട്ടിൽ നിന്ന് വളരെ ആവേശത്തോടെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ ഊർജ്ജമാണ് അവിടെ ചോർന്നു പോകുന്നത് എന്ന് വ്യക്തമാവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നോക്കാമല്ലോ സുധാകരൻ അങ്ങനെ പറയുമോ എന്ന ചോദ്യത്തിനാണ് സുധാകരൻ ഇത്തരത്തിലുള്ളൊരു മറുപടി പറഞ്ഞത്. വാക്കുകൾ പോലും വളച്ചൊടിച്ച് വേറൊരു വാർത്തയായി നൽകാനുള്ള അവസരമാണിത്, അതുകൊണ്ട് നിങ്ങൾ ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്.